ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഏതോ ജന്മകൽപ്പനയിലെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ എന്താണ് ആ, വീണ്ടും ശ്രുതി ജോലിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡിയാവാട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് അമ്മായി വരുന്നുണ്ട്. അല്ല ശ്രുതി, നീ ഇത് എങ്ങോട്ടേക്കാ പോണെന്ന് ചോദിക്കുമ്പോൾ അത് കൊള്ളാം, അമ്മായി ഇവിടെ ഇരുന്നാ മതിയോ, ജോലിക്കൊക്കെ പോകണ്ടേ, അച്ഛൻ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോൾ 2-3 ദിവസം നിനക്ക് ലീവ് എടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെയാ അമ്മായി ശരിയാവണം, ലീവ് എടുത്ത് കഴിഞ്ഞാൽ അറിയാലോ, ഇപ്പൊ തന്നെ ഹോസ്പിറ്റൽ ബില്ലെടുക്കാണ്ട് ഒരു വലിയ എമൗണ്ട്, ആ പൈസ എന്നത് അശ്വിൻ സാറാ. ആ കടം കുറച്ച് പതുക്കെ പതുക്കെ വീട്ടാന്ന് വിചാരിക്കാം, പക്ഷെ ഇവിടുത്തെ ചെലവും കാര്യങ്ങളും കഴിഞ്ഞു പോകണ്ടേ. ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ ഇവിടുത്തെ ചെലവ് എങ്ങനെയാ അമ്മായി കഴിയണേന്ന് ചോദിക്കണം. ഓ, നിന്നോട് തർക്കിക്കാൻ എനിക്ക് വയ്യ, നമുക്ക് ഇതിന് സഹായം ഷ്യാമോനോട് ചോദിക്കാലോ. വേണ്ട അമ്മായി, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയണം. അതെന്താന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് സഹായം അയാളോട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ നാനെന്നെ ഇടം കൊഴിക്കാന്നുള്ളത് അത്ര നല്ല സ്വഭാവമല്ല അമ്മായി. എന്തായാലും ശ്യാം സാറിന്റെ പൈസയും ചോദിക്കണ്ട, ഞാൻ ജോലി എടുത്തിട്ട് തന്നെ പൈസ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുവാണ്. ഓ, നീ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് അമ്മായി അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് പ്രീതി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ രാവിലെ തന്നെ അമ്മായി ആയിട്ട്? ഒന്നുമില്ല ചേച്ചി, അച്ഛൻ വയ്യാതിരിക്കുമല്ലേ, 2-3 ദിവസം ലീവ് എടുത്തുകൂടെയെന്ന് അമ്മായി ചോദിക്കണത്. പൈസ അവർ ഹോസ്പിറ്റലിൽ കെട്ടിയ പൈസ പതുക്കെങ്കിലും കൊടുക്കാന്ന് വെക്കാൻ ചേച്ചി, പക്ഷെ ഇവിടുത്തെ ചെലവൊക്കെ എങ്ങനെ കഴിഞ്ഞു പോകുമെന്ന്, അച്ഛക്ക് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ. അത് ശ്രുതി, നീ പറഞ്ഞ ശരിയാണ്, നീ ജോലിക്ക് പോയിക്കോ, കുഴപ്പമില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ. ഇത് അച്ഛയുടെ ഫോണാ, നീ കൈ പിടിച്ചോ. അയ്യോ, അപ്പൊ അച്ഛക്ക് ഫോൺ വേണ്ടേ, അച്ഛക്ക് എന്നാലും ഇപ്പൊ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, നീ ഈ ഫോൺ കൊണ്ടുപോയിക്കോ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിന്നെ ഇതിൽ വിളിക്കും കേട്ടോ, നീ ഫോൺ എടുക്കണം. ശരി ചേച്ചി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോയിട്ട് വരാൻ ചേച്ചിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ആ സമയത്ത് നമ്മുടെ ആകാശാണെങ്കിൽ പണിക്ക് പോകാൻ വേണ്ടി റെഡി ആവുന്ന സമയത്ത് അഞ്ജലി വരുന്നുണ്ട്. നീ എന്താ ആകാശം ഇന്ന് നേരത്തെ പോണത്, എന്താ ആന്റിയായിട്ട് പിണങ്ങിയോ? ഹോ, ഞാനൊരു പിണക്കത്തിനല്ല ചേച്ചി, അമ്മ എപ്പോഴും കുറെ പെണ്ണുങ്ങളെ ഫോട്ടോ കണ്ടിട്ട് ഈ പെണ്ണ് കല്യാണം കഴിക്കും, ഈ പെണ്ണ് കല്യാണം കഴിക്കും, ഇത് മാത്രമേ പറയാനുള്ളൂ. ഈ അമ്മക്ക് മാത്രം എവിടെന്നാ എത്രമാത്രം പണക്കാരി പെണ്ണുങ്ങളെ കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അഞ്ജലി ചിരിക്കും കേട്ടോ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, കല്യാണം കഴിക്കാന്ന് പറഞ്ഞത് അത്ര മോശം കാര്യമൊന്നും അല്ലല്ലോ, എന്തു പറ്റി, നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ, അതോ നീ നിന്റെ ചേട്ടനെ പോലെ ലിവിങ് ടുഗദർ ആവാനാണോ പോണത്? നിന്റെ ചേച്ചിയും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ. എന്റെ ഭാര്യ സങ്കല്പം അമ്മ പറഞ്ഞ പെമ്പിള്ളേരെ പോലെയൊന്നും അല്ല. പിന്നെ ആരാ, നിനക്കെന്താ പണക്കാരി പെണ്ണുങ്ങൾ ഇഷ്ടമല്ലേ ചേച്ചി? ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല ചേച്ചി, എനിക്കൊരു പാവപ്പെട്ട വീട്ടിലെ ഒരു പെണ്ണിനെ മതി, കാറും ബംഗ്ലാവും ഇല്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി. ആഹാ, അത് കൊള്ളാലോ, അത് പുതിയൊരു കാര്യമാണല്ലോ. ആട്ടെ, എങ്ങനത്തെ പെൺകുട്ടിയാണ് നീ ഉദ്ദേശിക്കുന്നത്, അതുകൂടി പറ. നിനക്ക് സങ്കല്പം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പെണ്ണിന് ഒരു സങ്കല്പം ഉണ്ടാവുമല്ലോ, അതുപോലത്തെ പെണ്ണ് മതി, ഇതുപോലത്തെ പെണ്ണ് മതി, അങ്ങനത്തെ ഇതിന് സങ്കല്പം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ചേച്ചി, അങ്ങനെ ഒരുപാട് പൈസക്കാരാവാൻ പാടില്ല, ഒരു പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടി, ഒരു പാവം പെൺകുട്ടി, എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി. ആ, എങ്ങനത്തെ പെൺകുട്ടിയാ അത്? നമ്മുടെ ഇവിടെ വരില്ലേ ശ്രുതി? ആ, ശ്രുതിനെയാണോ? അല്ലല്ല, ശ്രുതിയല്ല, ശ്രുതിയുടെ ചേച്ചി ഇല്ലേ? ഓ, പ്രീതിയോ? ആ അതെ, പ്രീതി. അതുപോലത്തെ ഒരു പെൺകുട്ടീനെയൊക്കെ മതി എന്ന് ആഗ്രഹം. ഓ, അങ്ങനെ പറ. എടാ, നിന്റെ മനസ്സിലെ കാര്യം പുറത്തെടുക്കാൻ വേണ്ടി ഞാൻ വളച്ചു കെട്ടി പറഞ്ഞതാ. അപ്പൊ പ്രീതിയാണ് നിന്റെ മനസ്സിലല്ലേ? അയ്യോ ചേച്ചി, ഒന്ന് പതുക്കെ പറ, ഈ കാര്യം ഞാൻ പ്രീതിയെടുത്ത് പോലും പറഞ്ഞിട്ടില്ല, ഈ കാര്യം ആർക്കും അറിയില്ല ചേച്ചി ആർത്തും പറയല്ലേ. ഞാനെന്തായാലും ഇപ്പൊ ഇത് ആർത്തും പറയുന്നില്ല. ശരി ചേച്ചി എന്ന് പറയട്ടെ. ആകാശം അവിടെ നിന്ന് പോകുവാണ്, പ്രീതിനെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി തീരുമാനിക്കുക കേട്ടോ. അങ്ങനെ പ്രീതിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് പ്രീതി തുണി വിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആകാശിനെ കാണുമ്പോൾ പ്രീതി മൈൻഡ് ചെയ്യില്ല കേട്ടോ. പ്രീതി തന്നോട് ഇരിക്കുമെന്ന് പറയുമ്പോഴേക്കും അമ്മായി അകത്തുനിന്ന് പ്രീതിനെ വിളിക്കും. മോളെ പ്രീതി, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആകാശിന് മൈൻഡ് ചെയ്യാണ്ട് പ്രീതി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആകാശിന് വലുത് വിഷമവും. ആകാശ് അവിടെ തന്നെ ചുറ്റിപ്പറ്റി അങ്ങനെ നടക്കുവാണ്. അതേസമയം തിരിച്ച് നമ്മുടെ അശ്വിന്റെ വീട്ടിലാണെങ്കിൽ ശ്രുതി എത്തുന്നുണ്ട്. വീട്ടിലെത്തുമ്പോൾ തന്നെ ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ്. അവിടെ ടി വി ഒക്കെ ആരും ഇങ്ങനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, മുഖമൊക്കെ മൂടിക്കെട്ടിട്ട്. അപ്പൊ ശ്രുതി വിചാരിക്കുക പുതിയ ജോലിക്കാരനാ. ആഹാ, ഇത് കൊള്ളാലോ, പുതിയ ജോലിക്കാരനാണെന്ന് തോന്നുന്നു. ഓ, ഇവിടത്തെ അശ്വിൻ സാർ അവന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ജോലിക്കാരനായിരിക്കും, കടലമിഠായിയുടെ കാര്യങ്ങൾ നോക്കാൻ, അല്ലെങ്കിൽ ഒരാളെ നിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നിങ്ങനെ പറയണത്. എല്ലാം കേട്ട് നമ്മുടെ അശ്വിൻ ഇങ്ങനെ നിൽക്കുവാട്ടോ, പുറം തന്നെ നിൽക്കുവാണ്. എടോ, മര്യാദയ്ക്കൊക്കെ ജോലി എടുക്കാൻ നോക്കടോ, താൻ ഒരു കുഴി മടിയനാണെന്ന് തോന്നണല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ അശ്വിന് അവിടെ പോയി ഇരിക്കുവാട്ടോ. ആഹാ, കൊള്ളാലോ, താൻ വിശ്രമിക്കുവാണോ? ദേ നോക്ക്, ഇവിടെ ഒരു ബോസ് ഉണ്ട്, ബിഗ് ബോസ്. അയാൾക്ക് ഇതൊന്നും ഇഷ്ടാവില്ല കേട്ടോ, അയാളെ ഭയങ്കര സാധനമാണ്, തന്നെ ഇങ്ങനെയൊക്കെ റെസ്റ്റ് എടുക്കണം, ഇവിടെ തന്നെ പുറത്താക്കും. നോക്കിയോ, തനിക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ താൻ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ നോക്ക് എന്ന് പറയാണ്. ആ സമയത്ത് അയാൾ ജോലി ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കോട്ടെ അശ്വിൻ. ആഹാ, അത് കൊള്ളാലോ, ഞാൻ പറഞ്ഞിട്ട് തനിക്കൊരു കുലുക്കവും ഇല്ലേ? എടോ, മര്യാദയ്ക്കൊന്ന് ജോലി എടുക്കാൻ എന്ന് പറയാണ്. ആ സമയത്ത് അശ്വിൻ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേക്കുവാണ്. മുഖത്തെ കർച്ചീഫ് ഇങ്ങനെ മാറ്റുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോകും കേട്ടോ. ആ സമയത്ത് ശ്രുതി പറയണ്ട, അയ്യോ സോറി സാർ, ക്ഷമിക്കണം സാർ, ഞാൻ ആളറിയാതെ പറഞ്ഞു പോയതാ സാർ, സോറി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വേഗം പോകും കേട്ടോ. അശ്വിന് ചിരി വരുന്നുണ്ട്, പക്ഷെ അശ്വിൻ പിടിച്ചു നിൽക്കുവാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക്
അമ്മായി വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയണ്ട, എന്താ അമ്മായി അത് പെട്ടെന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല അമ്മായി, അമ്മായിക്ക് അറിയാവുന്നില്ലേ അവസ്ഥയൊക്കെ, എവിടുന്ന് പൈസ അമ്മായി എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് എൻ്റെ ഫോൺ വെക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അശ്വിനെ കാണുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, സോറി സർ, നേരത്തെ ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടല്ലടോ വന്നത്, തൻ്റെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അച്ഛനിപ്പോൾ കുഴപ്പമില്ല സർ, അതേ കിടപ്പ് തന്നെയാ, വലിയ മാറ്റമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. സാരമില്ല കേട്ടോ, എല്ലാം ശരിയാവും എന്ന് അശ്വിൻ പറയുകയാണ്. ആ സമയത്ത് ശ്രുതി ആകെ അത്ഭുതപ്പെട്ട് അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ വീണ്ടും ശ്രുതിയോട് പറയുന്നുണ്ട്, സാരമില്ല, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും എന്ന് പറയാണ്. അതിനുശേഷം അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് അശ്വിൻ പോകുമ്പോൾ ശ്രുതിക്ക് വളരെ അത്ഭുതം പോലെ തോന്നുവാണ്. പെട്ടെന്നാണ് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്, ഈശ്വര, ദീപാവലിയാണല്ലോ വരുന്നത്, എല്ലാ ദീപാവലിക്കും ഒരു ചെറിയൊരു ഗോൾഡ് കോയിനെങ്കിലും വീട്ടിൽ വാങ്ങിക്കാറുണ്ട്. ഈ പ്രാവശ്യം ഗോൾഡ് കോയിൻ വാങ്ങിക്കാൻ പറ്റില്ല, ഒരു വെള്ളിക്കോയിനെങ്കിലും വാങ്ങിക്കാൻ പറ്റിയിരുന്നെങ്കിലും എൻ്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ശ്രുതി അവിടെ ഉണ്ടായിരുന്ന ഒരു പത്രമുണ്ട്, ആ പത്രം എടുക്കാൻ പോകുമ്പോഴേക്കും ലാവണ്യ വരുന്നുണ്ട്. നോക്ക് കാർട്ടൂൺ ബേബി, ഞാൻ എംബ്രോയിഡറി വർക്ക് പഠിച്ചു കേട്ടോ, തൻ്റെ ചേച്ചിയോട് പറഞ്ഞിരുന്നു, ആദ്യം പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന്. ചേച്ചി പറഞ്ഞത് കറക്റ്റ് ആട്ടോ, നോക്കിക്കേ, വളരെ മനോഹരമായിട്ടുണ്ട് മേഡം എന്ന് പറയാണ്. ആ സമയത്ത് അഞ്ജലി വരുന്നുണ്ട്, എന്താ ഇവിടെ സംസാരം, നോക്ക് അഞ്ജലി മേഡം, ലാവണ്യ മേഡം നന്നായിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് കൊള്ളാലോ, ആകാശിൻ്റെ റൂമിൽ ഇത് നന്നായിട്ട് ചേരും, ഇനി ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടാക്കണം അശ്വിൻ്റെ റൂമിൽ വെക്കാണ്ട്. അതിനെന്താ ചേച്ചി, എനിക്കിപ്പോൾ എംബ്രോയിഡറി വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം, ഇവിടുത്തെ കർട്ടനും ബെഡ്ഷീറ്റൊക്കെ ഞാൻ എംബ്രോയിഡറി വർക്ക് കൊണ്ട് നിറയ്ക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാവണ്യ അകത്തേക്ക് കയറി പോവാണ്. ശേഷം നമ്മുടെ ശ്രുതിക്കുറി ചായ എടുക്കാൻ വേണ്ടി അഞ്ജലിയും അകത്ത് പോകുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പെട്ടെന്ന് തന്നെ പത്രമൊക്കെ എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കുക കേട്ടോ. ആ സമയത്ത് പത്രത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് ആണ്, 20 പാക്കറ്റ് ഡിറ്റർജന്റിന്റെ കൂടെ ഒരു ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഒരു വെള്ളി കോയിൻ ഉണ്ടെന്നുള്ളത്. ഇത് കൊള്ളാലോ, അപ്പോൾ വെള്ളിക്കോയിനെങ്കിലും കിട്ടുമായിരിക്കും, ഒരു 20 പാക്കറ്റ് മേടിക്കാം എന്നൊക്കെ വിചാരിച്ച് പത്രം അവിടെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാവും. ആ നിലത്ത് വീണ് പൊട്ടുവാണ്. അയ്യോ പൊട്ടിപ്പോയല്ലോ എന്ന് ശ്രുതി ഇങ്ങനെ വിഷമിക്കുന്ന സമയത്ത് പെട്ടെന്ന് അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ ഒരു ഒച്ച എന്ന് ചോദിക്കുന്ന സമയത്ത് അശ്വിനും വരുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ പൊട്ടി, അയ്യോ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫ്ലവർ വേസ് ആയിരുന്നല്ലോ, ഇതെങ്ങനെ പൊട്ടിയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി, അത് മാഡം നിങ്ങൾ പറയാൻ വരുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, ചേച്ചി അത് എൻ്റെ കൈ കൊണ്ട് പൊട്ടിയതാ, പോട്ടെ എന്ന് പറയാണ്. എങ്കിലും നിനക്കത് വളരെ ഇഷ്ടപ്പെട്ട് നീ നോക്കി വാങ്ങിച്ചതല്ലേ, അത് സാരില്ല ചേച്ചി, അറിയാണ്ട് പൊട്ടിപ്പോയതല്ലേ, ശ്രുതി ഒരു ഹെൽപ്പ് ചെയ്യാവോ എന്ന് പറഞ്ഞിട്ട് ആ ഫ്ലവർ വേസിൻ്റെ ഒരു കഷ്ണം, അതായത് ആ ട്യൂബ് മാത്രം എടുത്ത് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാവോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് ശ്രുതി പറയണ്ട. അങ്ങനെ അഞ്ജലി അവിടെ നിന്ന് പോകുമ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു അത്ഭുതം പോലെ തോന്നുന്നു. അശ്വിൻ ആകെ മാറിയിരിക്കുന്നു, സ്വഭാവവും പെരുമാറ്റവും എല്ലാം. അങ്ങനെ അശ്വിനെ തന്നെ ശ്രുതി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിനും ശ്രുതിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, പതുക്കെ ഒന്ന് ചിരിക്കുന്നുണ്ട്. അശ്വിൻ അവിടെ നിന്ന് പോകുമ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നുവാണ്. ഈ അശ്വിൻ സാരം തന്നെയാണോ ഇത് എന്ന രീതിയിൽ അശ്വിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.